ചോറില്ലേ? അപ്പൊ മച്ചന്മാര് ഇന്ന് ഫുള്ള് തിരക്കാണ് പോലെ സദ്യ ഉണ്ടാക്കാൻ പോയാണ്. സദ്യ അപ്പൊ ക്യാപ്റ്റന് സദ്യ കഴിക്കാൻ പോകാം. അത് എന്നോട് പറഞ്ഞ് അത് നമ്മൾ നിറവേറ്റി കൊടുക്കാൻ പോയാണ്. ഇപ്പൊ വിഷുവിന് നമ്മ പോർട്ടിലായിരുന്നു, ബിസി ആയിരുന്നു, വെറ്റിംഗ് ആയിരുന്നു, ഇൻസ്പെക്ഷൻ ആയിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓണത്തിന് ഞാനിവിടെ കപ്പലുണ്ടാവില്ല, ഞാൻ നാട്ടിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടാക്കണം. അപ്പൊ ഓണം വിഷു ഒന്നും നമ്മൾ നോക്കണില്ല, അവരുടെ ആഗ്രഹം ഇന്ന് സാധിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുക്കാൻ പോവാണ്, സദ്യ. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സദ്യ ഉണ്ടാക്കണം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ സദ്യ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഫുള്ള് റെസിപ്പിയാണ് ഇപ്പൊ പറയാനുള്ളത്. പക്ഷേ സദ്യ ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിൽ മിക്കവർക്കും അറിയാം. പക്ഷേ കുറച്ച് ടിപ്സും കാര്യങ്ങളും അതിലെ കാര്യങ്ങളുമാണ് ഹൈലൈറ്റ് ചെയ്താണ് ഞാൻ പറയുന്നത്. എല്ലാവരും സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ കപ്പലില് വാഴയിലൊക്കെ ഇട്ടിട്ട് സദ്യയുടെ പരിപാടി ഇവിടെ ഈ ആദ്യമായിട്ടേക്ക് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വേറെ സദ്യ കപ്പലിൽ ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ മച്ചന്മാരെ സദ്യ ഞാൻ ഫുള്ള് റെസിപ്പി വായിച്ച് നീട്ടിയൊന്നും കാണിക്കണില്ല. ടിപ്സ് കുറെ കാര്യങ്ങൾ അറിയാത്തൊരു ടിപ്സ് ഉണ്ട്, കുറെ അച്ചടി പിച്ചടി കിച്ചടിയൊക്കെ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് കണ്ട ഫുള്ള് 4 ഹോട്ടലിൽ 4 തരം സ്പീഡിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മ സദ്യ ഒരു 16 തരം കറി കൂട്ടി സദ്യ നമ്മ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ കണ്ടു പഠിച്ചോ, മറ്റേ ടിപ്പാണ്. അപ്പൊ ആദ്യത്തെ ടിപ്പ് പഠിച്ചോട്ടാ. പച്ചടി ഉണ്ടാക്കാൻ മിക്കവർക്ക് അറിയില്ല. പിന്നെ മെയിനായിട്ട് പാവക്ക ആയിരിക്കും അങ്ങനെ ഇഷ്ടമുള്ളത് കാര്യമെന്ന് വെച്ചാൽ കയ്പാണ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് പാവക്കട കയ്പില് ഇങ്ങനെ മാറ്റിക്കളഞ്ഞാൽ കേട്ടോ, മാജിക് പോലെ. ആ മാജിക് എന്താണെന്ന് ആ റെസിപ്പി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പാവക്ക ആദ്യം ഇതിലോട്ട് ഇടണം. പാവക്കയിലോട്ട് നല്ലോണം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറെ ഉപ്പിട്ട് കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ. ആ മാജിക് ഞാൻ കാണിച്ചു തരാം. എന്താണെന്നറിയോ, വിനീഗറില്ലേ, വിനീഗർ അങ്ങോട്ട് ഗുളു അങ്ങോട്ട് ഒഴിച്ചു നോക്കണം മാക്സിമം. എന്താ കാര്യം വരും, ഈ വിനീഗർ ആ കയ്പില് ആ പാവക്കറ കയ്പിനെ അങ്ങോട്ട് ഡിസപ്പിയർ ആക്കും. അതെങ്ങനെയാണെന്ന് അറിയോ, ഇത് നല്ലോണം ഉപ്പിട്ട് തിരുമ്മി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് കഴുകിയെടുക്കണം. കഴുകിയെടുത്താൽ സംഭവം സെറ്റാണ്, കയ്പ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും കയ്പുണ്ടാവും. അത് കളയാനായിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ മച്ചന്മാരെ നല്ല പാലക്കാട് മട്ടല്ലേ, മട്ട റൈസ് ആണ്, ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇതും കൂട്ടിയിട്ടാണ് ഇന്ന് പ്രോപ്പർ സദ്യ എന്ന് വെച്ചാൽ പ്രോപ്പർ സദ്യയാണ് നമ്മൾ ഉണ്ടാക്കണത് കപ്പലില്. അപ്പൊ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്, വാഴ വരെ വന്നിട്ടുണ്ട്. ഇന്നൊക്കെ ഒരു പൊടി ചെക്ക പേടിച്ചിരിക്കട്ടെ. Your first time tasting the sadhya, right? Actually, there is a lot of people are here who are not tasted the Kerala sadhya yet, right? So actually, you are getting the first chief cook from the south side or from Kerala. I shared a lot of time with south, but south nobody make it. What the reason they are saying? Never had it. Like on the international voyage, it's very difficult to get. Yeah. Actually, here most of them are South India. And few North Indian people are there. So Mumbai karan hai. So we are going to make the Kerala sadhya for them, especially dedicated for them. Right, Chief? This is our lovely Chief Officer. He is the man who, what are you supposed to say? Tell me. Initiated. Yeah, everything. And he is given one guy help. That guy is actually working in the deck side, OS, training OS. സദ്യ അല്ല, ഇത് രസമുണ്ട് മച്ചന്മാരെ. ഇതിന്റെ വീഡിയോ ഫുൾ റെസിപ്പി വീഡിയോ ഉണ്ട്, ആഗോലിയും പിന്നെ ഹോം മെയ്ഡ് രസം എന്നുള്ളത്. അപ്പൊ അത് എല്ലാവരും പോയി കാണാം. എല്ലാം ഞാൻ വലിച്ചിട്ട് കാണിക്കാനുള്ള 10-14 ഡിഷ് ഉണ്ട്. അപ്പൊ രസത്തിന്റെ വീഡിയോ ഓൾറെഡി നമ്മ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട്, അത് അടിയിലത്തെ വീഡിയോയിലുണ്ട്. അപ്പൊ പോയി കാണാം മച്ചന്മാരെ. അപ്പൊ മച്ചന്മാരെ ഇന്ന് എല്ലാവരും ഷിപ്പിലെ മിക്ക ഓഫീസേഴ്സ് എഞ്ചിനീയേഴ്സും എല്ലാവരും ഒരുമിച്ച് വന്ന് വയലില് സദ്യ വിളമ്പി കഴിക്കണ ഒരു കാഴ്ചയായിട്ട് കാണാൻ പോണത്. അപ്പൊ സാമ്പാർ റെഡിയായിട്ട് നമ്മുടെ സാമ്പാർ. അപ്പൊ ഈ സാമ്പാറിന്റെ റെസിപ്പിയും യൂട്യൂബ് ചാനലിൽ തൊട്ടടിയില്ല വീഡിയോകളൊക്കെ എടുപ്പുണ്ട്, അതും ആരും കാണാൻ മറക്കരുത്. ഇന്ന് ഈ പോയിട്ട് നമ്മൾ 3 വീഡിയോ അപ്ലോഡ് ചെയ്തേക്കണം. അതിൽ സാമ്പാറും ഉണ്ട്, രസത്തിന്റെ ഉണ്ട്, പിന്നെ ഈ സദ്യയുണ്ട്. അപ്പൊ ഇതാരും കാണാൻ മറക്കരുത് കേട്ടോ. നമ്മ വിനിഗറിൽ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു പാവക്കല്ലേ, അതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴുകി ഡ്രെയിൻ ചെയ്തിട്ട് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സോൾട്ട് ആൻഡ് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പെരട്ടിട്ട് ഓവനിലോട്ട് കയറ്റി റോസ്റ്റ് എടുക്കാൻ പോയാണ്. ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പടപടാന്നാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പടപടാന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾ എല്ലാത്തിനും നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോയാണ്. ഇത് നല്ല മാങ്ങ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങയാണ്. പക്ഷെ ഇത് വെച്ച് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോയാണ്. പക്ഷെ അച്ചാർ ഉണ്ടാക്കണ മാങ്ങ വേറെ ഉണ്ട്. പക്ഷെ ഈ പഴുത്ത മാങ്ങ വെച്ച് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് വാഴയുടെ സൈഡിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ മച്ചന്മാര് ഇത് വെച്ചുള്ള അച്ചാറുണ്ടാ, നല്ല കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല ഒത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കാം.
ജീരകം ഇട്ട് കൊടുക്കുക, ജീരകം, ഗാർലിക് ഇട്ട് കൊടുക്കുക, ജിഞ്ചർ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുക. ഗാർലിക്കും ജിഞ്ചറും വേണ്ട മെയിനായിട്ട് വേണ്ടത്. നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പേ കറിവേപ്പില ഇട്ടിട്ട് ഓനിയൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലല്ലേ ഉലുവ ഇട്ട് കൊടുക്കുക. നല്ല കായ ഇട്ട് കൊടുക്കുക. നല്ല പച്ചമുളക് ചോപ്പ് നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒനിയൻ നല്ല കുനുകുനാന്ന് അരിഞ്ഞ കേട്ടോ, കുനുകുനാന്ന് അരിഞ്ഞ ഒനിയൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇത് വാടണം, നല്ലോണം വാടണം. അപ്പൊ മച്ചമാര് ഇന്ന് എല്ലാ ഓഫീസേഴ്സും തന്നെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. ഇവിടെ നമ്മളെ കൂട്ടുകറി ഇതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൂട്ടുകറിക്ക് വേണ്ടി ഞാൻ ചേനയും പച്ചക്കായയും ഉരുളക്കയും കൂടി ഇല്ലേ അങ്ങാട് ബോയിൽ ആയിട്ടേക്കണം മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് കേട്ടോ. ഇത് ഞങ്ങൾ വെന്ത് വേണം. നല്ലതേ മാങ്ങ കട്ട് ചെയ്ത് പച്ച നല്ല മധുരമുള്ള മാങ്ങേണ്ടത്. ഇത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഇരിക്കട്ടെ, ഇത് മൊരിയട്ടെ. മച്ചാമാരെ നമ്മ ഇന്ന് സദ്യയിൽ ആഡ് ചെയ്യാൻ പോണ സംഭവം കൊടപ്പൻ കപ്പല്ലാണ്ട് നടുക്കടല്ലാണ് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടിട്ടുണ്ട. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വെറും സിമ്പിൾ റെസിപ്പി വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതും കൂടി നമ്മ ഇന്നും സദ്യയിൽ വിളമ്പടുണ്ട്. ഇത് ക്യാപ്റ്റന്റെ സ്പെഷ്യൽ ഫേവറേറ്റ് സാധനം ഉണ്ട്. അപ്പൊ ഫുള്ള് കണ്ടുട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക് പിള്ളേർക്ക്. എല്ലാവരും സദ്യ കഴിക്കാനോ, പക്ഷെ സദ്യ ഉണ്ടാക്കാൻ അറിയുമെന്ന് നോർത്ത് ഇന്ത്യൻ ഒരു സൗത്ത് ഇന്ത്യൻ ഒരു ചോദിച്ചാലേ നമ്മ ചൂളിപ്പോവും. അപ്പൊ അതിങ്ങി ആരും സദ്യ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെന്ന് ആരും പറയരുത്. സദ്യ ഉണ്ടാക്കാൻ അറിയാമെന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു. ഈ വീഡിയോ ഫുള്ള് കണ്ടോ, സിമ്പിൾ ആണല്ലോ, സിമ്പിൾ. അപ്പൊ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടാ. പൊളി എന്റെ അങ്ങനെ നല്ലോണം മൂക്കണം കേട്ടോ, നല്ലോണം മൂക്കണം. മുളക് പൊടി കുറച്ചും കൂടി ആവാം. മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ടല്ലേ മുളക് പൊടി കുറച്ചും കൂടി ആവാട്ടാ. ഓയില് നല്ലോണം ഒഴിച്ചിട്ട് ഓയിൽ നല്ല തെളിഞ്ഞ് നിൽക്കണം. കേട്ടാ. ഇവിടെ ഇല്ലേ ഈ സംഭവത്തിൽ ഓയിൽ വീണാൽ എന്താ സംഭവിക്കുന്ന അറിയോ? ഫയർ ആവും പെട്ടെന്ന്. നമുക്ക് ഗ്യാസിന്റെ ഉള്ളിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല, ഫയർ ആവും. അപ്പൊ തുടച്ച് കളയണം, അല്ലെങ്കിൽ ഫയർ ആവും, പണിയാവും. കുറച്ചും കൂടി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടാ. എന്നിട്ട് മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടാ. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് വേവിക്കണ്ട കേട്ടാ, ജസ്റ്റ് ഉപ്പും ആ ഒരു സംഭവം ഇങ്ങോട്ട് പിടിച്ചാൽ മതി. പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല, നല്ല മധുരമാണ്. കുറച്ചൊന്ന് മാറട്ടെ, കുറച്ച് ആ ഒരു മാങ്ങച്ചാറിന്റെ ഒരു ടെക്സ്ചർ വരട്ടെ. ഫൈനൽ ടച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കായവും വിനീഗറും ഇതൊക്കെയാണ്. ഇത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. സിമ്പിൾ അച്ചാർ കഴിഞ്ഞ്. ഇത് കുപ്പിലരച്ച് വെച്ചാലും എങ്ങനെയായാലും ചീത്താവൂല, ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വെക്കാണ്ടിരുന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, ഈ കെമിക്കൽ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. ഓളിയും കണ്ട നല്ല അച്ചാർ, മാങ്ങച്ചാറേ. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് അങ്ങനെ തേങ്ങ വറുത്തരച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. വെളിച്ചെണ്ണ നല്ല മല്ലി തേങ്ങ ഇട്ട് കൊടുക്കാട്ടെ. തേങ്ങ കുറച്ച് പോയി. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മൊരിയേട്ടാ. മൊരി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും മൊരി കാണിക്കുക. അപ്പൊ ടയേർഡായി. ലസ്സി കുടിക്കുക. അവിടെ ഉള്ളോട്ടോന്ന് വെച്ചാൽ അവിടെ ഓവൻ വെച്ചെടുക്കേണ്ട എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പാവക്ക വെച്ചിട്ടുണ്ട്, പാവക്ക എടുക്കാം. അവിടെ ഇവിടെയൊക്കെയാ കുക്കിംഗ് നടക്കണത്. അപ്പൊ ലസ്സി, അമൂലിന്റെ ലസ്സി. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് കറുകപ്പട്ട, ക്ലൗസ്, കുറച്ച് ഈ പെരിഞ്ചീരകം ഇടാം. ഏലക്ക കണ്ട ഈ ഒരു ബ്രൗൺ കളർ എത്തണ വരെ നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. കണ്ടാ ഇതങ്ങോട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. ഇഞ്ചച്ചാറാണ് അടുത്തുണ്ടാക്കുമ്പോൾ ഇഞ്ചച്ചാറ കേട്ടോ. അപ്പൊ റെസിപ്പി കണ്ടുപിടിച്ചു, സിമ്പിളാണ്. അല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മസ്റ്റർഡ് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് നല്ല കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം. അത് നല്ല ഫൈൻ ചോപ്പായിരിക്കണം. എന്നിട്ട് ഞാൻ പറയാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ, എരിവിന് വേണ്ടി. അതിന്റെ സൈഡിൽ തന്നെ പുളിവെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ, മറക്കരുത്. പുളിവെള്ളമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതിന്റെ വെള്ളമില്ലേ, ഇത് 1 പ്രാവശ്യം വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഇതിന്റെ തെളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് ഈ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം. ഇതങ്ങോട്ട് വറക്കാം.
ഇതും അങ്ങോട്ട് സൈഡ് വറക്കട്ടെട്ടാ, മൊരിയിട്ട് നല്ലോണം ഈ പച്ചച്ചോവൊക്കെ മാറണം. അപ്പം ഇതുമായി വരുന്നുണ്ട്, ഈ സൈഡിൽ അതുമായി വരുന്നുണ്ട്. എണ്ണയിൽ നല്ലോണം ഇത് വറക്കണം. അല്ല 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലോണം മൊരിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ചിലത് ഒരുമിച്ചിട്ട് വാട്ടാറുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആവൂല. എൻ്റെ ഒരു ഒപ്പീനിയൻ 2 സെപ്പറേറ്റ് ഇട്ട് വേവിക്കാനാണ്. അപ്പം ഇതിലോട്ട് ഈ ജിഞ്ചർ അങ്ങോട്ട് ഇടാം. ഇതിൽ കടന്ന് പിന്നെ ഇതാവണം കേട്ടോ, നല്ല പണിയുണ്ട്. ഇത് ചെറിയ സിമ്പിൾ കാര്യമായാലും ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതാണ്, എന്നാലും ഇത് പണിയുണ്ട്. ഇത് ഇതിൽ കിടന്ന് നല്ലോണം അങ്ങോട്ട് വാഴട്ടെ. അടുത്തത് നമുക്ക് പച്ചടി. എന്ത് പച്ചടി? ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ജീരകവും കടുക് ഇട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, ഗാർലിക്, ജിഞ്ചർ, വളരെ കുറച്ച് പണിയായിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ തെളിവെള്ളം മാത്രം ഒഴിക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം കേട്ടോ. അവിയലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവിയലിന് ബോയിൽ ചെയ്യാം നമുക്ക്. ആദ്യം പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. പൊട്ടറ്റോ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, വറ്റൽ മുളക് 2 ഇട്ട് കൊടുക്കുക, നമ്മുടെ സാധാ മുളക് ഇട്ട് കൊടുക്കുക, കടുവറ. ബീട്രൂട്ട് പച്ചടി ചിലപ്പോൾ സദ്യയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇതിലേക്ക് ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ സാധാരണ ഞാൻ ഒരു ഡിഷാണ് ഒരു ടൈം കാണിക്കണം. ഇതെന്ന് വെച്ചാൽ 10-16 ഡിഷിൻ്റെ മോനെ ഇതേ പായസമൊക്കെ ഇനി ഉണ്ടാക്കി കിടക്കണുള്ളൂ. അപ്പോൾ ഇതേ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതിട്ട് റെഡ്യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ തിളച്ചങ്ങടെ പൊങ്ങട്ടെ കേട്ടോ. ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക, കുനുകുനാന്ന് അരിഞ്ഞാൽ ബീട്രൂട്ട് ആണ്. ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടോ, എന്നാലും അതിൻ്റെ ആ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അതേ ഇത്രയും കാര്യങ്ങൾ പടപടാന്ന് കപ്പലിൽ കടലിൽ നിന്ന് അടുക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ച് തരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് പേരും കൂടി ഇപ്പം സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം അവരും കൂടി നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് നമ്മ. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി പഞ്ചസാര അങ്ങനെ ഇടാം. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിടാം. ഇഞ്ചച്ചാറ്, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറഞ്ഞാൽ വരും. അപ്പോൾ നമ്മുടെ 12 മണിയാണ് ലഞ്ച് ടൈം. അപ്പോൾ 12:30 ആക്കിയിട്ടുണ്ട് ഞാൻ. അവിടെ മുകളിൽ വിളിച്ച് പറഞ്ഞിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒക്കൂല 12 മണിക്ക്. അപ്പോൾ ഒരു അരമണിക്കൂർ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ പടപടാതെ നമുക്ക് തീർക്കണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വാഴക്കൂമ്പിൻ്റെ റെസിപ്പി ആണ് അടുത്തത്. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പടപടാന്ന് ഉണ്ടാക്കാം. വാഴക്കൂമ്പിന് നമുക്കിത് കടുക് പൊട്ടിക്കാം. ഇരിഞ്ഞതാണ്. ഇത് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കറുത്ത് പോകും. ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം, ഗാർലിക് ഇടാം, ജിഞ്ചർ ഇട്ട് കൊടുക്കുക, ഒനിയൻ. എന്നിട്ട് ഇതിലേക്ക് നല്ല പച്ചമുളക് ഇട്ട് കൊടുക്കുക, നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുടപ്പനങ്ങ ഇട്ട് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പങ്ങ ഇട്ട് കൊടുക്കുക. ഞങ്ങൾ മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇവിടെ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് വന്നിട്ടുണ്ട്. ബീട്രൂട്ടിലേക്ക് നമ്മൾ നല്ല കട്ടി തൈര് ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. നല്ല കട്ടി തൈര് ഒഴിച്ചാൽ പിന്നെ ഇത് ചൂടാക്കാനാ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. ബീട്രൂട്ട് പച്ചടി കേട്ടാ. നമ്മുടെ കുടപ്പൻ അധികം വേവിക്കാൻ പാടില്ല, ഇത് പടയുന്ന വേഗം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവിയിൽ വേവിക്കാൻ, വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ. അപ്പോൾ അടുത്ത കിച്ചടി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അടുത്ത പച്ചടിക്കില്ലേ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. ഇത് പാവക്ക നമ്മൾ എല്ലാം ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ റെസിപ്പി ഉണ്ടാ. അപ്പോൾ ഓവനിൽ വെച്ച് പാവക്ക പടപടാൻ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുടപ്പൻ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ജീരകം ഇട്ട് കൊടുക്കുക, ജീരകം, ജിഞ്ചർ ഇട്ട് കൊടുക്കുക, ഓനിയൻ ഇട്ട് കൊടുക്കുക. ഇവൻ റെഡി ആയിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് ഇളക്കണോടാ. സെറ്റ്. ഇവൻ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇവൻ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുടപ്പൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബിസിയാണ്. 2-3 ഡിഷൊക്കെയാണ് ഓരോ ടൈമിൽ ചെയ്യുന്നത്. ഭയങ്കര ചൂടാണ്ട് ഇവിടെ. അപ്പോൾ പെപ്സിയൊക്കെ ഇട്ട് ഫ്രീ ആയിട്ട് കുടിച്ചിട്ട് അങ്ങാട് പടപടാതെ പണിയെടുക്കുക. സദ്യ റെസിപ്പിയാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ സ്പീഡിൽ വർത്താനം പറഞ്ഞത്, സ്പീഡിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത്. ഇതുപോലെ തന്നെ ഇതിലും എരിവ് കിട്ടണത് നമ്മളെ പച്ചമുളകിലാണ്. അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതൽ ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. ഈ പാവക്കന, റോസ്റ്റായ പാവക്കന അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെന്താൻ നോക്കണം. വെന്തുണ്ട്. തേങ്ങ അങ്ങോട്ട് കൊടുക്കാം. തേങ്ങ അല്ല, കുടപ്പൻ റെഡി ആയിട്ടുണ്ട്. കുടപ്പൻ, വാഴക്കുടപ്പൻ. മതിയോ റെഡിയാണ്. മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഗ്രീൻ ചില്ലി. എന്നിട്ട് അയ്യോ
നോക്കണോട്ടാ, ഇത് ഇങ്ങനെയൊക്കെ പറ്റും. അപ്പൊ തന്നെ നമ്മ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോ സൈഡിലോട്ട് മാറ്റി നോക്കാം. ഇനി വേവിക്കണ്ട കേട്ടോ, ഇനി വേവിക്കണ്ട, ഇനി ആക്കണ്ട. ശരി, പാവക്കപ്പച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടാ. കുറച്ച് പഞ്ചസാര ഇടാ. കയ്പൊന്നുമില്ലടാ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. കയ്പുണ്ടെങ്കിൽ പറയട്ടാ, കമന്റ്. കയ്പില്ല, ഒട്ടും കയ്പില്ല ഇതിന്. അവിയല് റെസിപ്പി ഉണ്ട്. കടുക് പൊട്ടിയുണ്ട്. അപ്പൊ കടുക് പൊട്ടിയിട്ട് ജീരകം ഇടാ, ഗാർലിക് ഇട്ട് കൊടുക്കുക, ജിഞ്ചർ ഇട്ട് കൊടുക്കുക, കറി ലീവ്സ് ഇട്ട് കൊടുക്കുക, ഓനിയൻ ഇട്ട് കൊടുക്കുക, കടുവറ. ഗ്രീൻ ചില്ലി വേണ്ട ഇതിന്റെ മെയിൻ എരിവന്റെ സാധനം. ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അവിയലിന്റെ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കുക. വേണ്ട, ഇതെല്ലാം വെറും സിമ്പിളാണ് കേട്ടോ, കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ കുറെ ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാനുള്ള നിങ്ങൾക്ക് വ്യൂവേഴ്സിന് ഡൗട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഞാനിതിൽ പറയണുള്ളൂ, അല്ലാണ്ട് വലിച്ചു നീട്ടണുള്ള ലെങ്തി ആക്കാനുള്ള വീഡിയോ. അതുകൊണ്ട് അവിയല്, ഇഞ്ചച്ചാറ്, മാങ്ങച്ചാറ് അങ്ങനത്തെ കാര്യങ്ങളുടെ റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ ആൾക്കാർക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ അരച്ച തേങ്ങ അല്ലെങ്കിൽ ചിരണ്ടിയ തേങ്ങയായാലും ഇടാട്ടോ. നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. കൂടുതൽ വേവിക്കരുത്, തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് പോകും. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഉപ്പ് നോക്കണം. കുറച്ച് തൈര് ഇങ്ങനെ അടിച്ചോ, കുറച്ച് മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്. ചിലവരിടും ചിലവരിടൂല, പക്ഷെ ഇതിട്ടാൽ ഒരു പുളിപ്പും കൂടി കിട്ടും, നല്ല ടേസ്റ്റാണ്. അവസാനം കുറച്ച് കറി ലീവ്സും കൂടി ഇടാം. എന്നിട്ട് ഇതങ്ങടെ ഇളക്കാം. സംഭവം റെഡി, അവിയൽ റെഡി. എത്ര മിനിറ്റ് വേണ്ടി വന്നു? നമ്മുടെ പൊളപ്പന അവിയൽ റെഡി. ഓ പൊളി അങ്ങോട്ട് മാറ്റി നോക്കാട്ടാ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകറിക്കാണ്ട്, കൂട്ടുകറിക്ക് മസ്റ്റർഡ് സീഡ് കേട്ടോ. കൂട്ടുകറി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഗാർലിക് ഇട്ട് കൊടുക്കുക. കടുവറ ഇട്ടിട്ട് കറിവേപ്പില ഇടാം. ഓനിയൻ ഇട്ട് കൊടുക്കുക. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ശരിക്കും നല്ല ചിക്കൻ മസാലയൊക്കെ വെക്കണ പോലെ തന്നെ കേട്ടോ. സെയിം സംഭവമാണ്, സെയിം റെസിപ്പി, ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ വെജിറ്റബിൾ മസാലയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മച്ചാനെ ഇങ്ങനത്തെ റെസിപ്പിക്കൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഫുള്ള് എൻ്റെ പൊന്നളിയ ഇന്നലെ തൊട്ട് തുടങ്ങിയുള്ള കട്ട് ചെയ്ത് നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം മച്ചാന്മാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറേ റെസിപ്പീസ് ഇനിയും വേണ്ടിയുണ്ട്. കടലിൽ നിന്നാണ്. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2, മല്ലിപ്പൊടി 3, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, നമ്മുടെ സ്പെഷ്യൽ പൊടിച്ച ഗരം മസാല ഇട്ട് കൊടുക്കട്ടോ 1 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ ജ്യൂസ് അടിച്ചത് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ച ഈ മസാല ഏത് മറ്റേ പച്ചക്കായും കാര്യങ്ങളും, പിന്നെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചൊരു സാധനം ഉണ്ട് മച്ചാൻ്റെ ചെനാദാള്, ഏത് കാബൂളി ചെന, വെള്ളക്കടല, അതും കൂടെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എങ്ങാടെ ഇളക്കാം കേട്ടോ. അങ്ങാടെ ഇളക്കുക. ഉപ്പ് നോക്കട്ടെ ഇടാം. കുറച്ചും കൂടി ഉപ്പ് അങ്ങോട്ട് കൊടുക്കാം. മരുന്ന് ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മറ്റേ സംഭവം ചേർക്കാൻ പോണത്. എന്താണെന്നറിയോ? നമ്മ നേരത്തെ അരച്ചു വെച്ച ആ മസാലയുടെ കൂട്ടില്ലേ, ആ വറുത്തരച്ച് വെച്ച ആ മസാലയുടെ കൂട്ടാണിത്. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടാ. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് സംഭവം നമ്മുടെ കല്യാണത്തിന് വിളമ്പണ ആ ഒരു സ്റ്റൈലിലെ മസാല. നിങ്ങളെല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ചോദിച്ച ആ ഒരു റെസിപ്പി മസാല മാറ്റി വെക്കാട്ടാ. ഇതങ്ങോട്ട് തിളക്കട്ടെ നല്ലോണം. കുറച്ച് പഞ്ചസാരം കൂടി ഇട്ടിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഉണ്ടാ ഈ മസാലക്കറി. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് പൊടിച്ച ഗരം മസാലയും കൂടി അങ്ങോട്ട് മുകളിൽ തൂയി കൊടുത്തിട്ട് ഇവൻ അങ്ങോട്ട് മാറ്റി വെക്കാൻ മോനെ. ഇതായിരിക്കും ഇന്നത്തെ ഹൈലൈറ്റ്. പൊന്നളിയ ഇവൻ പൊളി സാധനമാണ് ഇത്. ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും കൂടി നമുക്ക് ഉണ്ടാക്കാം. സദ്യക്ക് മാത്രമല്ല, ഇതൊരു അടിപൊളി വെജിറ്റേറിയൻസിന്റെ ഫേവറേറ്റ് സാധനം ഉണ്ട്. അപ്പൊ വെജിറ്റേറിയൻസിന്റെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടാ. നല്ല അടിപൊളി മസാലക്കറി ഉണ്ടാ. അടിപൊളി. അപ്പം 12 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂറുണ്ട്. പായസവും ഒരു താളും കൂടി ബാക്കിയുണ്ട് മച്ചാന്. അപ്പൊ ടാർജറ്റ് ഫിനിഷ് ചെയ്യാത്ത ടൈം ഉണ്ട്. അവസാനം കുറച്ച് പാലും കൂടി വെച്ച് കോൺസെൻട്രേറ്റ് ആക്കണം. ഡെയിലി ബാലൻസ് സെറ്റ് ആക്കിയുണ്ട്. തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ അമൂല്യ ഫുൾ ക്രീം പാലായിട്ട് എന്റെ കണ്ണൊക്കെ പൊള്ളിയായോ എന്റെ അമ്മേ. ഇതൊരു ചലഞ്ച് ആയിരുന്നിട്ട് 2 മണിക്കൂർ തൊട്ട് അല്ല സദ്യ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. സംഭവ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. പക്ഷെ ചലഞ്ചായിരുന്നു. 2 അല്ല 3 മണിക്കൂറായിരുന്നു. 12 ആകുമ്പോൾ 3 മണിക്കൂറാവും. എത്ര ഡിഷാണ്? 16. അപ്പൊ സമയം അനുസരിച്ച് ഞാനിങ്ങനെ ഉണ്ട്. ഞാൻ പരാന്തനാണ്. സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മസാലക്കറി ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെച്ചാൽ കണ്ണുപോയി. അപ്പൊ അവിടെ ഇവിടെയൊക്കെ കുറെ ഡിഷൊക്കെ ഉണ്ടാക്കണ്ടാ. നമ്മ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കണുള്ളൂ. ഇത്രയും തിരക്കിട്ട് 12 10 മിനിറ്റിന് മുമ്പ് നമ്മ ഈ പരിപാടി ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ
ആൾക്കാർ കുറെ പ്രാന്തുണ്ട്, വണ്ടി പ്രാന്തുണ്ട്, നാട്ടില് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രാന്ത് കുക്കിങ്ങിനാണ്. സമയം കിട്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എത്ര ടഫുള്ള ഡിഷ് വന്നാലും നമ്മ അത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും. അതാണ്, അല്ലാണ്ട് എന്റെ പ്രാന്ത് അതാണ്. സംഭവം ശരിയാണ്, ചെറിയ വണ്ടി പ്രാന്തനും കൂടിയാണ് നാട്ടിൽ. പക്ഷേ ഇവിടെ ഞാൻ കുക്കിംഗ് പ്രാന്തനാണ്. അവിടെ ഇരിക്കട്ടെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ അവസാനത്തെ നമ്മുടെ കലാശക്കോട്ടയ പായസത്തിന്റെ പരിപാടി കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചത് വളരെ കുറച്ച് റെസിപ്പീസ് മാത്രമല്ല. ഇതിന്റെ ഇടയിൽ എന്തോരം റെസിപ്പി പടപട നിങ്ങൾക്ക് അറിയാവുന്ന ക്യാബേജ് തോരൻ, അച്ചിങ്ങ തോരനും ഇത് കുറെ സംഭവങ്ങൾ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ അവസാനത്തെ പായസത്തിന്റെ റെഡി ആയിട്ടുണ്ട്. ദേ നല്ല കുറുകി പോണവളെ ആ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്നോ. അപ്പൊ മച്ചാമാരെ നമ്മുടെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ക്യാപ്റ്റന്മാര്, ചീഫ് എഞ്ചിനീയർമാരെ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നിട്ട് വാഴയിലയിൽ ഇതങ്ങോട്ട് വിളമ്പി കഴിക്കണ ഒരു ചടങ്ങാണ് ഉള്ളത്. അപ്പൊ ആരും പോയരുത്, അതും കൂടി കാണാം. അപ്പൊ എല്ലാം സെറ്റ് ആക്കണ്ട, എല്ലാവരും വന്നോണ്ടിരിക്കണം, ഓഫീസർമാരെല്ലാം കാര്യങ്ങളും. ഈ സാറെ നമ്മ കണ്ടിട്ടുണ്ടാവൂല. ഇത് നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയർ ആണ്. എവിടെയാണ് വീട്? ചെന്നൈയിലാണ് പുള്ളിയുടെ വീട്. അപ്പം മച്ചന്മാരുതേ ഇത്രയും സാധനങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 12 ഡിഷാണ് ഉണ്ടാക്കിയേണ്ട. 13 പായസം 13 ഡിഷാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. എനിക്ക് കൗണ്ട് ഇപ്പോഴാണ്ട് കിട്ടിയത്. അപ്പം മച്ചാമാര് നമ്മുടെ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ റെസിപ്പി എടുത്തെടുത്തെടുത്തു. ഹി വാസ് വിത്ത് മീ ഇൻ ദ ലാസ്റ്റ് ട്രിപ്പ് ആൻഡ് മൈ പാരൻസ് ഓൾസോ നോ ഹിം ആക്ച്വലി. Okay, this is especially for the vegetarians now. You had sadhya before? Kerala sadhya before? Sadhya. This course name is sadhya. You had this before? No. So mostly the North Indian people are tasting first time this sadhya. Na? So I am very proud to be here. And efforts well appreciated. Thank you sir. Thank you. And this is our third engineer sir. He is from Punjab. Hi. And he told me to put the rasam recipe. He is a very big fan of rasam recipe. Rasam is amazing. And this one, Bhatti Sahab kidhar hai? Bhatti Sahab also told me to put this recipe. This is curd. That bitter gourd with the curd. Right. These two recipes is already in the YouTube channel before one. So, did you familiar? Some things I am familiar with, but other things I am not. So most of them I am not. And this is our Bhatti Sahab. Bhatti Sahab, come here. Your favorite dish? He told me to put in the YouTube channel, right? It's already there, so you can share to your family. Yeah? Okay. This is our electrical officer. I told you, if you completed the electrical engineering BTech, you can come like this here. Okay, what should I serve? You serve this one. The pavakka. Sir, please sit. Everybody, please sit. Our captain, sir. Kishore sir, you guys already know, he was in the previous video. Oh, Sadhya sir, this is our Sadhya. So you can give introduction. What is the name? Okay, I will give you the introduction. This is masala curry, avil, kootu curry, avil, cabbage toran, that kodapan, that banana flower, and mango pickle, ginger pickle, and bitter gourd kichadi, pachadi, and beetroot pachadi. This long beans, sambar, and more are coming. Only 6 people will be serving, the rest Rest. 5 people. One is on break. So the rest people can come. ചോറില്ലേ അപ്പുറം നിർത്തി അതെ സാമ്പാർ വയ്ക്കി കഴിക്കങ്ങട് തലയിൽ വയ്ക്കട്ടെ കഴിക്കങ്ങട് കഴിക്ക നീ അങ്ങോട്ട് കഴിക്കങ്ങട് കയറ്റി വരട്ടെ അങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ കഴിക്ക് കുഞ്ഞുമോനെ അവിടെ കഴിക്കണം കഴിക്ക് ശ്രീ ദിസ് ഇസ് പൈനാപ്പിൾ ശരി സാർ കേട്ടോ ഹലോ കൊഞ്ചം എല്ലാവരും എടുത്തിട്ടാ ഇത് നമ്മുടെ ക്രൂ ആണ് എല്ലാവരും ഇത് ഹെഡ് ഓഫ് ദ ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ബോസൻ സാറാണ് ഓക്കെ ഇത് ഫിറ്റർ ബൈ ഇത് ഡെക്ക് ഫിറ്റർ ഇത് എഞ്ചിൻ ഫിറ്റർ അത് ABs ആണ് എല്ലാവരും ഓയിലർമാർ അപ്പം നിങ്ങൾക്ക് വ്യൂവേഴ്സിന് കറക്റ്റായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം GP റേറ്റിംഗ് പഠിച്ചു വരും ആണ് ഇവിടെ കൂടുതലുള്ളത് അല്ലേ നിങ്ങളെല്ലാവരും GP റേറ്റിംഗ് പഠിച്ചല്ലോ മാക്സിമം ആൾക്കാർ എവിടെയും പഠിച്ചു ഓ ആൾക്ക് ഓയിലാണ് പഠിച്ചത് വലിയ പുള്ളിയാണ് അച്ഛൻ എവിടെ പഠിച്ചത് ചെന്നൈ കോളേജ് നീയാ കൊച്ചി അവിടെ യൂറോട്ടക്ക നമ്മുടെ കോളേജ് യൂറോട്ടയ്ക്ക് പഠിച്ചവരാട്ടാ CCNC പഠിച്ചത് ഞാനും ഇതിന് മാത്രമല്ല കേട്ടോ വേറെ ആരുമില്ല
So this is dal paisam. You heard before? अचार है ഇങ്ങനെയാണ് കഴിക്കേണ്ടത് ഗായ്സ്, ഇങ്ങനെയാണ്. സെക്കൻഡ് ഓഫീസർ ഉണ്ടാ എല്ലാം ഇങ്ങനെ ഇരിക്കലോ. അവസാനം ഉണ്ണിച്ചേട്ടനെ എപ്പോഴും കമന്റ്സിൽ ട്രോളാറുണ്ട് ആൾക്കാരുടെ വ്യൂവേഴ്സ്. ഉണ്ണിച്ചേട്ടൻ ഗ്യാലി തന്നെയാണല്ലോ. എങ്ങനെയുണ്ടായി മച്ചാനെ ഉണ്ണിച്ചേട്ടാ സദ്യ? നമ്മ സദ്യ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ടാക്കിയിരിക്കും. അപ്പൊ കടലിന്റെ നടുക്ക് കപ്പലില് സദ്യ എല്ലാരും ഒരുമിച്ച് ഉണ്ടാക്കിയാണ്. അപ്പൊ മോസ്റ്റ്ലി we need the review from the North Indian officers people. So how is your experience? each and every item is amazing, Amazing. very nice. Not just cook, but actually has made it from his heart. That you Actually, can taste it. There is one secret ingredient is you know That what? is love. Love, yeah. You actually said that. And Captain sir, how is it? Very good. Excellent. First time. Actually, Chief sir, and actually most of everyone is first time having this food. Normally in wedding functions and like that functions we are serving like this traditional things. Very good. So mostly whatever I can make, it is in the. Somebody should be passionate at least on mood. Yeah. Thank you for your support, everybody's support. And Batisau, I said. Wonderful experience. Actually, this mostly the North Indian peoples are here, vegetarians. They are very happy here right now, and I am very happy to serve and present like this dish, Kerala dish at sea. That is the main thing. We are at sea having like this. So more videos are coming soon. We told last video we are making sadhya. We done, and more videos, party videos are coming soon. So please guys, subscribe, like and subscribe, and more delicious recipes and tips are we are giving from on board from Chief. So Chief sir, thank you for support. Thank you. And mostly the viewers are saying Captain sir and Chief Officer, they are very supportive. Actually, they are very supportive here. So that is why I can make like this delicious food. Thank you. Support cheyanum, subscribe cheyanum. Subscribe, like and subscribe. Like and subscribe. Thank you sir. Thank you.